കാല് മുറിച്ചിട്ട് അങ്ങോട്ട് ചെന്നെങ്കിൽ നേരെ ഗാന്ധി ഭവനിലേക്കാണ് പോക്കണമെന്ന് പറഞ്ഞത്. ആശുപത്രി പോകുന്ന കൊള്ളാം, കാല് മുറിച്ച വെച്ച് ഇങ്ങോട്ട് വന്നേക്കരുത്, ഗാന്ധി ഭവനിലെ വേറെ ഏതെങ്കിലും പോയിക്കോണം. ഇത് കണ്ടല്ലോ, ഞാനിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 6-ാം വാർഡിലാണ്. ഈ ഇരിക്കുന്ന അനിൽ എന്ന ചേട്ടൻ കൊല്ലം ജില്ലയിലെ പുനലൂർ വാളക്കോട് സ്വദേശിയാണ്. ഇദ്ദേഹം വിവാഹം കഴിച്ചത് കരവാളൂർ സ്വദേശിയാണ് വിവാഹം കഴിച്ചത്. എൻ്റെ നാട്ടുകാരിയായ ഒരു ചേച്ചിയാണ് വിവാഹം കഴിച്ചത്. ഇതിൽ ഇദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളാണ്. ഈ ആശുപത്രിയിൽ വന്നിട്ട് ഇന്ന് എത്ര ദിവസമായി ചേട്ടാ? 9 ദിവസമായി. ഈ ഭാര്യയും മക്കളും ആരെങ്കിലും വന്ന് നിങ്ങളെ കാണുകയോ നോക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇത്രയും ദിവസമായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇല്ല. ഈ ഭക്ഷണമൊക്കെ ആരാ വാങ്ങിത്തരുന്നേ? ഭക്ഷണം ഇപ്പൊ കഴിച്ചോ ചേട്ടാ? കഴിച്ചു. ആര് ഭക്ഷണം വാങ്ങി കൊണ്ടു തന്നു? ആശുപത്രി ജീവനക്കാർ കൊണ്ടു തന്നു. എനിക്ക് വയ്യാത്തതാണ് ഞാൻ തന്നെ ഇവിടെ വന്നതാ. വന്നിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അവര്? ഇല്ല. വിളിച്ച് അവരോട് സംസാരിച്ചിരുന്നോ? ഭാര്യയോട് മക്കളോടൊക്കെ അവരെന്താ പറയുന്നേ? ഇവിടെ ആശുപത്രി വന്നപ്പോ ഇവിടെ കൂടെ ആളില്ലാതെ കിടത്തത്തില്ലാതെ പറഞ്ഞു. ആളുകൾ വിളിച്ച് പറഞ്ഞപ്പോ കൂടെ വരാൻ വയ്യ. ചേട്ടനത് ആ കുടുംബം നോക്കിയൊരു ചേട്ടനല്ലയോ? അല്ലയോ? അവിടുത്തെ ഗ്രഹനാഥനല്ലായിരുന്നോ? എന്നിട്ട് നിങ്ങൾക്ക് വയ്യാതാവുമ്പം ഈ ഭാര്യ എങ്ങനെയാന്ന് പറയണ്ടേ? എത്ര വയ്യെങ്കിലും നോക്കണ്ടേ ചേട്ടനെ? നോക്കണം. ഇപ്പൊ എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാതെ അനാഥനെ പോലെ ഇവിടെ കിടക്കേണ്ട അവസ്ഥയില്ലയോ? ഇല്ലയോ? ഈ അവസരത്തിൽ ചേട്ടൻ എന്താ പറയാനുള്ളത്? എന്താ ആര് നോക്കും ചേട്ടനെ? ആര് നോക്കണമെന്നാ ചേട്ടൻ പറയുന്നേ? ഭാര്യയും മക്കളും നോക്കണോ, അതോ ബന്ധുക്കൾ നോക്കണോ, അതോ ഈ നാട്ടുകാർ നോക്കണോ? ആരാ ചേട്ടന് നോക്കണ്ടേ? കണ്ടോ, ആ ചോദ്യത്തിന് ചേട്ടന് ഉത്തരവില്ല. കാരണം ആര് നോക്കും? ഭാര്യയും മക്കളും നോക്കുന്നില്ല. ഒരുപക്ഷെ അവരെന്തെങ്കിലും സഹായിച്ചേക്കാം. പക്ഷേ ഇവിടെ ബന്ധുക്കളുണ്ട്, അവർ പക്ഷെ നോക്കാൻ തയ്യാറാണ്. പക്ഷേ വയ്യാത്ത ഒരു സാഹചര്യം വരുമ്പോൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുമ്പോൾ മനസാക്ഷിയുള്ള ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തിയാണ്. നമ്മളൊക്കെ ഒരുപക്ഷെ ഈ സ്ഥാനത്ത്, ഈ ചേട്ടന്റെ സ്ഥാനത്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യ ആയിരുന്നെങ്കിൽ ഇന്നിവിടെ ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഭാര്യയെ ആശുപത്രി ഉപേക്ഷിച്ചിട്ട് ഭർത്താവ് മുങ്ങി, അല്ലെങ്കിൽ ഭാര്യയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞാല്. പക്ഷെ ഇതൊരു ആണായതുകൊണ്ട് ഇദ്ദേഹം ഒരാളുടെ സഹായമില്ലാതെ കഴിയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അല്ലാത്തത് കൊണ്ടും ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഒരു വോയിസ് മെസ്സേജാണ് ഇതിന്റെ പിറകിൽ പോയത്. ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചത് ഈ ചേട്ടനുമായി ആദ്യം വിളിച്ച് സംസാരിച്ചിരുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളോട് സംസാരിച്ചു. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഭാര്യയോട് ഞാൻ സംസാരിച്ചു. ഭാര്യ എന്നോട് പറഞ്ഞത്, ഈ ഇദ്ദേഹത്തെ കാല് മുറിച്ചാൽ വീട്ടിൽ കൊണ്ടുവന്നാൽ ആര് നോക്കും? ഞങ്ങൾക്ക് നോക്കാൻ കഴിയില്ല, ഏതെങ്കിലും അനാഥാലയത്തിലാക്കണം എന്ന് പറയുന്ന ഒരു ഭാര്യയാണ് ഇദ്ദേഹത്തിനുള്ളത്. അതുപോലെ ചേട്ടനോട് പറഞ്ഞിരുന്നോ? ഒരുപക്ഷെ ഇത് ട്രീറ്റ്മെന്റ് തുടങ്ങിയോ? സർജറി വല്ലതും ഉണ്ടോ? കാല് വല്ലതും മുറിക്കുവോ? കാല് മുറിക്കത്തൊന്നുമില്ല. പക്ഷെ വിരല് 2 മുറിച്ച് ഇനി 3 വിരലും കൂടെ മുറിക്കാനുണ്ട്. അത് ഉണങ്ങിയിരിക്കുക, കരിഞ്ഞിരിക്കുക. അത് വെക്കാറ് മുറിക്കുക. അത് ഇവിടെ ആശുപത്രി ജീവനക്കാര് പറയുന്നത് ബന്ധുക്കൾ ആരെങ്കിലും കൂടെ അല്ലാതെ അവരത് ചെയ്യത്തില്ലെന്നാ പറയുന്നത്. ഈ ഭാര്യയും മക്കളും ചേട്ടനെ നോക്കാത്തതിൽ ചേട്ടന് പരാതി ഉണ്ടോ? എനിക്ക് പരാതിയൊന്നുമില്ല. അതെന്താ പരാതി ഇല്ലാതെ? അവരുള്ള സ്നേഹം കൊണ്ടാണോ? പിന്നെ ആരും നോക്കും ചേട്ടനെ? ഞാൻ കാലിലേറിയായ ഞാൻ എന്തെങ്കിലും എങ്ങനെങ്കിലും ഞാൻ ജീവിക്കും. എന്ത് ചെയ്ത് ജീവിക്കുന്ന ചേട്ടാ ഈ പറയുന്നേ? എവിടെ പോകും ചേട്ടാ? എവിടെ താമസിക്കും? പോയി കടത്തിന്റെ കിടക്കാം. സ്വന്തമായിട്ടൊരു വീടും എല്ലാവരും ഉണ്ടായിട്ട് കടത്തിന്റെ കിടക്കുമെന്ന് പറയുന്ന ചേട്ടന്റെ മാനസികാവസ്ഥ ഇത് കേൾക്കുന്ന ആളുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതാണോ അവസ്ഥ? സ്വന്തമായി നല്ലൊരു വീട്, ബന്ധുക്കളും അല്ലെങ്കിൽ ഭാര്യയും മക്കളും ഉണ്ട്. അവരൊക്കെ നോക്കേണ്ട സമയത്ത് ഭാര്യയ്ക്ക് നോക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ശരിക്കും പറയുന്നത്? ഇവിടെ നിന്ന് നമ്മൾ അറിഞ്ഞത് കളക്ടർക്ക് പരാതി പോയിട്ടുണ്ട്. ഇവിടുന്ന് പോലീസ് ഒരുപക്ഷെ അവർക്കെതിരെ കേസും മറ്റു നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്ന ചേട്ടന് നിലപാടെന്തായിരിക്കും? എന്റെ കുഞ്ഞുങ്ങൾക്ക് നിലപാടിന് ഞാൻ തികത്തില്ല. വിളിച്ചിരുന്നോ ഏതെങ്കിലും മകള്? വീട്ടിലായിരുന്നു, വിളിക്കുമായിരുന്നു. ആശുപത്രി വന്നിട്ട് വിളിച്ചു ആരെങ്കിലും? ഇല്ല.
ഇതുവരെ വിളിച്ചിട്ടില്ല മക്കള്? ഇല്ല. ഭാര്യയോ? ഭാര്യ 2 പ്രാവശ്യം വിളിച്ചു. ഇപ്പൊ അവസാനമായിട്ട് വിളിച്ചിട്ട് എത്ര ദിവസമായി? ഒരാഴ്ച കൂടുതലായി. സർജറിക്ക് ആരും വന്നില്ലെങ്കിൽ ചേട്ടനോട് ഒറ്റ വീട് കിടന്ന് ആരും നോക്കും ചേട്ടനെ? അറിയത്തില്ല. ബന്ധുക്കളൊക്കെ വിളിക്കാറുണ്ടോ? ബന്ധുക്കളുമായിട്ട് വിളിക്കുന്നത്, സംസാരിക്കുന്നത് എന്റെ ഭാര്യയ്ക്ക്, എന്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. എനിക്ക് നേരത്തെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ ബന്ധുക്കളായിരുന്നു എന്നെ നോക്കിയിരുന്നത്. അങ്ങനെ അവിടെ ചെന്ന് സംസാരങ്ങളുണ്ടായി, അങ്ങനെ ഉള്ള പ്രശ്നങ്ങളാ. ഞാൻ വീട്ടിൽ താമസിക്കുമ്പോ എന്റെ ബന്ധുക്കളാരും എന്നെ കാണാൻ എന്റെ വീട്ടുകാരെ താമസിക്കത്തില്ലായിരുന്നു എന്റെ ഭാര്യ. ബന്ധുക്കൾ വിളിച്ചാൽ പോവോ അവരുടെ കൂടെ? പോവോ? ഭാര്യയും മക്കളെ കാണാൻ ആഗ്രഹമുണ്ട് ചേട്ടന്? ആഗ്രഹമുണ്ട്, അവരോട് ജീവിക്കാൻ താല്പര്യമുണ്ട്. കേട്ടല്ലോ, ആ ഭാര്യയും മക്കളെയും കാണാൻ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ അവരോടൊപ്പം ജീവിക്കാനുമാണ് ഈ ചേട്ടന് ആഗ്രഹം. പക്ഷെ ഭാര്യ പറയുന്നത് ഈ കാല് മുറിച്ചിട്ട് വീട്ടിൽ കൊണ്ട് കയറ്റത്തില്ല, അവിടെ ആശുപത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ പറഞ്ഞേക്കുന്നത് കാല് മുറിച്ചിട്ട് അങ്ങോട്ട് ഗാന്ധി ഭവനിലേക്കാണ് പോക്കണമെന്ന് പറഞ്ഞത്. ഈ അല്ലേട്ടന്റെ തൊട്ടടുത്ത ബെഡിൽ കിടക്കുന്ന ഒരു ചേട്ടനാണ്. ചേട്ടന്റെ പേരെന്താ? രാജേഷനാണ്. എവിടെ സ്ഥലം എവിടെയാണ്? മടവൂർ സ്വദേശിയാണ്. അപ്പോ ചേട്ടന് ശരിക്കും വന്ന് അന്ന് പോലും കാണുന്നതാണോ? ഞാൻ വന്നെന്റെ ഇപ്പൊ ഒരു 6-7 ദിവസം കാണാൻ. വിഷമം ദിവസവും രാവിലെയും വൈകിട്ടും ആശാനിച്ചിരുന്ന കരയും. കാരണം ആരുമില്ലാത്ത അവസ്ഥയാണ്. എല്ലാം ഉണ്ടായിരുന്നിട്ടും ആരുമില്ലാതെ കിടക്കേണ്ടി വരുന്ന ഭാര്യയെ കുറിച്ചും മക്കളെ കുറിച്ചും ഒക്കെ സ്നേഹമായിട്ടാണ് ഇപ്പോഴും അയാൾ സംസാരിക്കുന്നത്. അല്ല അവര് ഭാര്യയ്ക്കും വേണ്ട, മക്കൾക്കും വേണ്ട, ആർക്കും വേണ്ട. അയാളെ ഇപ്പൊ ഇവിടെ സഹായിക്കുന്ന, ടോയ്ലറ്റിൽ പോകുമ്പോൾ സഹായിക്കുന്ന ഇവിടെയുള്ള സ്റ്റാഫുകളും അല്ലെങ്കിൽ അടുത്ത് വരുന്ന ബസ് സ്റ്റാൻഡൊക്കെയാണ് സഹായിക്കുന്നത്. എന്നെയും അങ്ങനെ തന്നെയാണ് സഹായിക്കുന്നത്. ഞാനും സ്റ്റേജാണ്. എന്നാലും അതിനേക്കാളും പുള്ളിക്കാണ് വിഷം. അതുകൊണ്ട് ആരെങ്കിലും അയാളെ ഭാര്യയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നേരിട്ടെടുത്ത വളരെ സൗകര്യമായി. അതെനിക്ക് പറയാം. കേട്ടല്ലോ, ഈ തൊട്ടടുത്തുള്ള കിടക്കുന്ന ഈ ചേട്ടൻ പോലും പറയുന്നത് അവസാനം ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് ആ വയ്യാത്ത മനുഷ്യൻ പോകുമ്പോൾ ഒരു ആശ്വാസമായിട്ട് ഭാര്യയുടെ ഒരു സ്നേഹവും കരുതലും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അവിടെയും ആ സ്നേഹവും കരുതലും നിഷേധിക്കപ്പെടുമ്പോൾ ഈ ഇങ്ങനെയുള്ള ഭാര്യമാരെ നമ്മൾ എന്ത് പറയും എന്ന് ഇനി നിങ്ങൾ പറയുക.